അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. നമ്മൾ നോമ്പ് നോറ്റവർ ശ്രദ്ധിക്കേണ്ട 8 കാര്യങ്ങൾ. ഒന്നാമതായി, നോമ്പ് തുറക്കാൻ നേരം നമ്മുടെയൊക്കെ വട്ടമേശയായി ഇരിക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് പ്രാർത്ഥന സ്വീകരിക്കുന്ന വളരെ പ്രധാനപ്പെട്ട നേരമാണത്. അള്ളാഹുവുമായി ഏറ്റവും കൂടുതൽ അടുക്കുന്ന ഒരു സമയമാണ് നോമ്പുകാരൻ ആ നോമ്പ് തുറക്കാനുള്ള, നോമ്പ് മുറിക്കാനുള്ള നേരം എന്നത്. ആ നേരത്ത് പരമാവധി പ്രാർത്ഥനകൾ നടത്തുക. അല്ലാഹുമ്മ ഗഫിർലി, അല്ലാഹുമ്മ റഹംനി പോലെ പറ്റാവുന്ന പ്രാർത്ഥനകൾ നടത്തുക. സംസാരത്തിൽ നിന്ന് പരമാവധി വിട്ടുനിൽക്കാൻ ശ്രദ്ധിക്കുക. വൈകുന്നേരത്തെ 100 തവണ ചൊല്ലേണ്ട ദിക്റുകൾ ചൊല്ലുവാനുള്ള ശ്രദ്ധയൊക്കെ ആ നേരങ്ങളിൽ നാം തിരഞ്ഞെടുക്കുക. രണ്ടാമതായി, നോമ്പ് മുറിക്കുമ്പോൾ ബിസ്മി ചൊല്ലാൻ ശ്രദ്ധിക്കുക. തിരക്കാണ്, ദാഹം, ക്ഷീണം, വിശപ്പൊക്കെ ഉണ്ടാകും. അതുകൊണ്ട് ബിസ്മി മറക്കാതിരിക്കുക. മൂന്നാമതായി നാം ശ്രദ്ധിക്കേണ്ടത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതുപോലെ ഈത്തപ്പഴം കൊണ്ട് തന്നെ നോമ്പ് മുറിക്കുവാനുള്ള ശ്രദ്ധ ഉണ്ടാവുക എന്നുള്ളതാണ്. വീട്ടിൽ കുട്ടികളെയും ആ മര്യാദ നാം പഠിപ്പിക്കേണ്ടതാണ്. ഈത്തപ്പഴം ഇല്ലെങ്കിൽ വെള്ളം കൊണ്ട് എന്നാണ് പറഞ്ഞത്. ഈത്തപ്പഴം ഇല്ലെങ്കിൽ ജ്യൂസ് കൊണ്ട് എന്നാണ് നമ്മൾ ശീലിച്ചതോ കേട്ടതോ ആയത്. അപ്പോൾ അതല്ല, മറിച്ച് വെള്ളം കൊണ്ട് തന്നെ നോമ്പ് മുറിക്കുന്ന ഒരു ശീലം ഉണ്ടാക്കി തീർക്കണം എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ നാം ശ്രദ്ധിക്കേണ്ട മറ്റൊരു വശമാണ് നോമ്പ് മുറിച്ച ഉടനെയുള്ള പ്രാർത്ഥന. റഹബൽ ലമഉ വബതല്ലത്തിൽ അറൂഖ് വസബത്തൽ അജ്റു ഇൻഷാ അല്ലാ എന്ന പ്രാർത്ഥനയും നമ്മുടെ ജീവിതത്തിൽ നോമ്പ് മുറിക്കുമ്പോൾ എപ്പോഴൊക്കെയാണോ നോമ്പ് മുറിക്കുക അപ്പോഴൊക്കെ അത് പതിവാക്കുവാനുള്ള ശ്രദ്ധ ഉണ്ടാവണം എന്നുള്ളതാണ്. അതോടൊപ്പം വലത് കൈ കൊണ്ട് കുടിക്കുക, വലത് കൈ കൊണ്ട് തിന്നുക എന്നുള്ളതും വളരെ ഗൗരവത്തോടുകൂടി നാം കാണേണ്ടതാണ്. നോമ്പ് നോറ്റ, നോമ്പ് മുറിക്കുന്ന വളരെ പ്രധാനപ്പെട്ട സമയമായതുകൊണ്ട് തന്നെ അതിൽ ഒരു വീഴ്ചയും വരുത്തുവാൻ പാടില്ല എന്നുള്ളതും നാം പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട വശമാണ്. അതോടൊപ്പം തന്നെ പലപ്പോഴും നോമ്പ് മുറിക്കുന്ന ആ ധൃതിയിൽ മഗ്‌രിബിൻ്റെ ജമാഅത്തുകൾ നമുക്ക് നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. അതും വളരെ ഗൗരവത്തിൽ തന്നെ നാം എടുക്കേണ്ടതാണ്. അതോടൊപ്പം തന്നെ നാം മറ്റുള്ളവർ നമ്മെ നോമ്പ് തുറക്കാൻ വിളിച്ചാൽ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനുള്ള ശ്രദ്ധ ഉണ്ടാവണം. ആ പ്രാർത്ഥന എല്ലാവരും വളരെ ഗൗരവത്തോടു കൂടി നിർബന്ധ ബുദ്ധി പഠിക്കേണ്ടതുണ്ട്. പലരും നമ്മെ നോമ്പ് തുറപ്പിക്കുമല്ലോ, അപ്പോൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ടതാണ്. അതോടൊപ്പം തന്നെ നാം ശ്രദ്ധിക്കേണ്ടതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതുപോലെ ആ നോമ്പുകാരൻ്റെ എല്ലാവിധ രൂപത്തിലും നാം അതിൻ്റെ മര്യാദയും അതിൻ്റെ സുന്നത്തും പാലിച്ചുകൊണ്ട് മുന്നോട്ട് പോകുവാൻ ശ്രദ്ധിക്കുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.